വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലും പരിസരത്തുമായി ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമെന്ന് എല്ലാവരോടും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹദീസ് നിഷേധം, മതനിഷേധം എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഈ കരിയാട് പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദീനിയായ മതപഠന വേദിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് അവൻ്റെ മതമായിട്ടുള്ള വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കുവാനും ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായി ഒരു എളിയ മനസ്സോടുകൂടി അഹങ്കാരമില്ലാതെ, അനാവശ്യ തർക്കങ്ങളില്ലാതെ, വിനയത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം. നമുക്കറിയാം, ഇന്ന് ലോകത്ത് പല മതങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളുമുണ്ട്. ആ മതങ്ങളിൽ നിന്നും പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി അള്ളാഹു ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഇസ്ലാം, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കുള്ള ലോകത്തിന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള എല്ലാ പ്രവാചകന്മാരും പ്രബോധനം നടത്തുകയും സ്വർഗത്തിന്റെ വഴിയായി കാണിച്ചു തരികയും ചെയ്തിട്ടുള്ള ഈ വിശുദ്ധ ഇസ്ലാം, ആ വിശുദ്ധ ഇസ്ലാമിന് ഏത് കാലഘട്ടത്തിലും എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് അകത്തുനിന്നും പുറത്തുനിന്നും പല രീതിയിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്തിന്റെ അന്ത്യം വരേക്കും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രയാസത്തിന്റെ ഘട്ടമാണെങ്കിലും, ഏത് ബുദ്ധിമുട്ടിന്റെയും പരീക്ഷണത്തിന്റെയും വേളയായിരുന്നാലും അള്ളാഹുവിന്റെ ദീനിനെയും ആ ദീനിന്റെ പ്രമാണങ്ങളെയും മുറുകെ പിടിച്ച് ജീവിക്കുക, അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലും അതിനുശേഷമുള്ള ജീവിതത്തിലും അവന് ഏറ്റവും സമാധാനവും ഏറ്റവും ശാന്തിയും നൽകുന്ന മാർഗം അതാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിലൂടെ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണ്. ഏത് ഇസ്ലാമാണ്? ഇസ്ലാം എന്ന പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകൾ എന്ന പേരിൽ ഒരുപാട് ആളുകൾ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഏത് ഇസ്ലാമാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ഇസ്ലാം? വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നു, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു.
ഈ ആയത്ത് അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ പൂർത്തിയാക്കിയ അതുവരേക്കുമുള്ള അഥവാ യഥാർത്ഥ ശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ച തനതായ രീതിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇസ്ലാമാണ് അള്ളാഹുവിന്റെ മതമായി അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാടുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും നമ്മുടെ പഠനങ്ങളും ആ ശുദ്ധമായ ഇസ്ലാമിനെ കണ്ടെത്തുവാനും ആ ശുദ്ധമായ ഇസ്ലാമിനെ പുൽകുവാനും വേണ്ടിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത്. ആ ഇസ്ലാമിന്റെ അള്ളാഹു തൃപ്തിപ്പെട്ട് പ്രവാചകന് തൃപ്തിപ്പെട്ട മതമായി കൈമാറുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ വിശുദ്ധ ഇസ്ലാം, ആ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായി വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത, മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത സംഗതിയാണ്. വഅൻസൽനാ അലൈക്കൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾക്ക് നാം കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു, ഹിക്മത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ വ്യക്തമാണ്. ഈ രണ്ട് പ്രമാണങ്ങളെയും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് വ്യതിയാനങ്ങളും അതുപോലെ തന്നെ വഴിതെറ്റലുകളും സംഭവിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഏതാണ് എന്നതിൽ ഒരു സംശയത്തിന് വകയില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ഹദീസിന്റെ പ്രാമാണികതയെ സംബന്ധിച്ചുള്ള കൂടുതൽ സംസാരങ്ങൾ ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം നിങ്ങൾക്ക് ശ്രവിക്കാം. ഞാൻ പറയുന്നത് ആ അടിസ്ഥാനമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ അതൊരു ലോകത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി ഇന്നും നിലനിൽക്കുന്നു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിത്ലി, ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതുപോലെ നിങ്ങളൊന്ന് കൊണ്ടുവരൂ. ആദ്യം പറഞ്ഞു ഖുർആൻ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ, പിന്നെ പറഞ്ഞു ഫഅ്തു ബിഅശ്രി സുവരിൻ മിത്ലിഹി, 10 സൂറത്തുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതിനും സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ലഘൂകരിച്ചു കൊടുത്തു ഫഅ്തു ബിസൂറത്തിൻ മിൻ മിത്ലി, 3 സൂക്തങ്ങളുള്ള ഒരു ചെറിയ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. സാധിച്ചിട്ടില്ല. ഇന്നും വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ മഹാത്ഭുതമായി ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ 14 നൂറ്റാണ്ടുകളായി ഒരു അക്ഷര വള്ളിപ്പുള്ളിക്ക് പോലും വ്യത്യാസപ്പെടുത്താതെ മനുഷ്യരുടെ കോടാനുകോടി മനുഷ്യർക്ക് ഇന്നും സന്മാർഗത്തിന്റെ തെളിനീർ ആ വിശുദ്ധ ഖുർആൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അങ്ങനെ തന്നെയാണ്. ഈ രണ്ട് പ്രമാണങ്ങളും മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന സമൂഹത്തിന് ചരിത്രത്തിൽ എവിടെയും അപജയങ്ങളും അപകടങ്ങളും സംഭവിച്ചിട്ടില്ല എന്നതും ചരിത്രമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഇസ്ലാമിക ശത്രുക്കൾ അകത്തുനിന്നും പുറത്തുനിന്നും ഏത് കാലഘട്ടത്തിലും ഈ ഇസ്ലാമിനെ തകർക്കുവാനും പൊളിക്കുവാനും പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന്റെ അതൊരു തുടക്കമായിരുന്നില്ല. ഏത് പ്രവാചകനാണെങ്കിലും ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ആദർശം തകർക്കുവാൻ സാമിരി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ വെറും 40 ദിവസം കൊണ്ട് മനുഷ്യന്മാരെ വഴിപേപ്പിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അത് സംഭവിക്കില്ല എന്നൊരിക്കലും നമുക്ക് തീർത്തു പറയാൻ സാധ്യമല്ല. ഇസ്ലാമിനെ തകർക്കുവാൻ മുസ്ലിമീങ്ങളെ തകർത്തതുകൊണ്ട് കാര്യമില്ല എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം. എന്തുകൊണ്ട്? കാരണം ഇസ്ലാമിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ മസിൽ പവറോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ബോംബിന്റെ എണ്ണമോ അതല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കയ്യിലുള്ള പീരങ്കിയോ അതുപോലെ തന്നെ ബോംബർ വിമാനങ്ങളോ ഒന്നുമല്ല. ഈ അള്ളാഹു ആകാശ ലോകത്തിൽ നിന്ന് അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണങ്ങളായി വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ള ഹദീസുകളും തന്നെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെന്ന് മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അവ്യക്തതകൾ സൃഷ്ടിക്കുവാനും
ഇസ്ലാമിക പ്രമാണങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുവാനുമാണ് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ പരിശ്രമിച്ചിട്ടുള്ളത്. ലോകാടിസ്ഥാനത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മഹത്വപ്പെടുത്തി കടന്നു വന്ന ഷിയായിസം, ഈ ഷിയാക്കളാണ് ലോകത്ത് ഇത്തരം ഒരു പ്രവർത്തനത്തിന് മുന്നിൽ അന്നും ഇന്നും നിലകൊണ്ടിട്ടുള്ളത്. കാരണം ഷിയാക്കൾക്ക് ബീജാപം നൽകിയത് അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ജൂതനാണ്. അയാൾ മുസ്ലിം ആയിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വധത്തിന് ശേഷം ഇസ്ലാമിക വേഷം കെട്ടി ഇസ്ലാമിനുള്ളിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അലി ബിൻ അബി താലിബിന്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് ഇല്ലാത്ത ചില വാദങ്ങൾ അയാൾ മുന്നോട്ട് വെച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ടായിരുന്നു. അബൂബക്കറും ഉമറും അതിൽ ചിലതൊക്കെ വെട്ടിമാറ്റിയതാണ് എന്ന് പറഞ്ഞ് ഖുർആനെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ഷിയാക്കൾ പരിശ്രമിച്ചു. അതവിടെ കൊണ്ട് അവസാനിച്ചില്ല. മുഅ്തസിലിയാക്കളിലൂടെ, അതുപോലെ തന്നെ ഖദരിയാക്കളിലൂടെ, ഖവാരിജികളിലൂടെ ആ ഒരു പ്രവർത്തനം ഇതിന്റെ ഉള്ളിൽ നിന്ന് വളരെ ശക്തമായ രീതിയിൽ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. ഇറാഖിലാണ് ഇതിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നത്. ആ ഇറാഖിനെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് മുന്നറിയിപ്പ് നൽകിയത്, ഹുനാക സലാസിൽ വൽ ഫിതൻ, അവിടെയായിരിക്കും ഫിത്നകളും അതുപോലെ തന്നെ ഭൂകമ്പങ്ങളും ഉണ്ടാവുക. എന്താണ് ഈ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇസ്ലാമിന്റെ ഉള്ളിൽ കടന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കുന്ന ഫിത്ന ഇതേത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ അബ്ദുള്ള ചെക്കടാളിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മറ്റു പല പ്രഗത്ഭരായ പ്രശസ്തരായ ആളുകളുടെ നേതൃത്വത്തിലും ഉണ്ടായിട്ടുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അതിലൊരു വ്യക്തിയായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിന് ഭൗതികമായി വിദ്യാഭ്യാസപരമായി ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച വ്യക്തിയാണെങ്കിൽ കൂടിയും ഇസ്ലാമിക പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന വിഷയത്തിൽ സർ സയ്യിദിന്റെ വീക്ഷണങ്ങളിൽ അപകടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് ഈ വിഷവിത്തിറക്കുവാൻ പല ആളുകളും ബോധപൂർവം പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിന്റെ ഫലങ്ങൾ ഇന്നും കേരളത്തിൽ അത് മാഞ്ഞു പോകാതെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമുക്കറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആനിനെ അവർ ബഹുമാനിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അവൻ ബഹുമാനിക്കുന്നുണ്ട്. ആ ഖുർആൻ എപ്രകാരം അവൻ പ്രമാണമായി സ്വീകരിക്കുന്നുവോ അതുപ്രകാരം തന്നെ പ്രമാണമായി സ്വീകരിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളും. ഇല്ലെങ്കിൽ ഞാൻ ഖുർആൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, എനിക്ക് ഹദീസുകൾ ആവശ്യമില്ല, മുസ്ലിം സമൂഹത്തിന്റെ നിലപാട് എന്തുമാകട്ടെ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരൊറ്റ ആയത്ത് മാത്രം ആ വിഷയത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ ആദ്യം ഓതിയ സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്ത്, അത് മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷമുള്ള സംസാരത്തിൽ കൂടുതൽ പ്രമാണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. 2-3 കാര്യങ്ങളാണ് അല്ലാഹു ഈ ആയത്തിൽ പറയുന്നത്. വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് തർക്കം കാണിച്ചാൽ, പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെ എതിർക്കുക, അതിനെ തർക്കിച്ച് തോൽപ്പിക്കുക, ആ ദീനിനെ പരിഹസിക്കുക, അതിനെ ചോദ്യം ചെയ്യുക, പ്രവാചകനെ അപഹസിക്കുക, ആ പ്രവാചകൻ കൊണ്ടുവന്ന പ്രമാണങ്ങളെ നിഷേധിക്കുക, അതിന് ആളുകൾക്കിടയിൽ വസ്വാസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, വ്യക്തമായ ഇസ്ലാം, വ്യക്തമായ സത്യം മനസ്സിലാക്കിയതിനു ശേഷവും മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി കൊണ്ട് ഒരു കുടുംബത്തിൽ പിറന്നു വീഴുവാനും മുസ്ലിം പിതാവിന്റെ മക്കളായിക്കൊണ്ട് ജീവിക്കുവാനും മുസ്ലിം സ്ഥാപനങ്ങളിൽ പഠിക്കുവാനും അതിനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടും വ്യക്തമായ പ്രമാണങ്ങളും ഹുദയും വ്യക്തമായതിനു ശേഷം ഭൗതികമായ ലാഭത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വസ്വാസുകളിൽ പെട്ടുകൊണ്ട് ഈ ഹുദയെ നിഷേധിക്കുന്ന ഒരു മനുഷ്യൻ തീർന്നില്ല. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ. ഏതാണ് ഈ മുഅ്മിനീങ്ങൾ?
അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്താണ്. പ്രവാചകന്റെ സ്വഹാബത്തിൻ്റെതല്ലാത്ത മാർഗം സ്വീകരിക്കുന്നവർ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെ അക്ഷരാർത്ഥത്തിൽ പരിപൂർണമായി സ്വീകരിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നമുക്ക് സംശയമില്ല. ആ സ്വഹാബത്തിനെ തള്ളി ആ സ്വഹാബത്തിന്റെ മാർഗം ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് വിവേകമുണ്ട്, വിവരമുണ്ട്, നമുക്ക് ഖുർആൻ പഠിക്കാം, നമുക്ക് ഖുർആൻ പരിഭാഷകൾ ഇറക്കാം, നമുക്ക് ഖുർആൻ വ്യാഖ്യാനങ്ങൾ നടത്താം എന്ന് പറഞ്ഞ് അവൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചു കളയും. പിന്നെ എന്താണ് അവന്റെ വായിൽ നിന്ന് വരിക എന്ന് ആർക്കും അറിയില്ല. ഇസ്ലാമിനെ പരിഹസിക്കുന്നു, ഖുർആനിനെ ചോദ്യം ചെയ്യുന്നു, അത്തരത്തിലുള്ള നോട്ടീസുകൾ നാടുകളിൽ വിതരണം ചെയ്യുന്നു. ഇസ്ലാമിക പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതൊരിക്കലും സംഭവ്യമല്ല, ഇത് ശാസ്ത്രവിരുദ്ധമാണ്, ഇത് മാനുഷിക വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുകയും, അങ്ങനെ ചോദ്യം ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവന് തിരിച്ചു കളയും. അവസാനം എന്തുണ്ടാകും? വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിലിട്ട് കരിച്ചു കളയും. അവൻ വഴിതെറ്റിപ്പോയവനാണ്. വസാഅത്ത് മസീറ, അതത്ര മോശമായ സങ്കേതമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ ഒരു സംഭവം ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളെ പറ്റിയാണ്. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വ്യക്തമായതിനു ശേഷവും അള്ളാഹുവിന്റെ പ്രവാചകനോട് എതിര് നിൽക്കുന്നവർ അവർ ആരാണ്? ഇസ്ലാമിന്റെ പുറത്തുള്ളവർ. ഈ സന്മാർഗം മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കാതിരുന്നാൽ അവർ ഈ ആയത്തിന്റെ പരിധിയിൽ വരും. എന്നാൽ ഈ ഇസ്ലാമിനുള്ളിലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കി അത് സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടവർ, കടപ്പെട്ടവർ, അത് തള്ളിക്കളയുമ്പോൾ ശിക്ഷ ഇരട്ടിയാണ്. ഈ ഒരു പ്രവണത കേരളത്തിലേക്ക് ആദ്യം കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ്, അല്ലെങ്കിൽ പഴയങ്ങാടിയിലാണ് ഈ ഒരു ഫിത്ന ഈ കേരളത്തിൽ ആദ്യമായി കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്തായിരുന്നു ആ ഫിത്ന? ബി കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന അവിടെ പ്രവർത്തിച്ചിരുന്ന അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്ന ആളുകളുമായി കൊണ്ട് യോജിച്ചുകൊണ്ട് ഇവിടെ ചില വാദങ്ങൾ കൊണ്ടുവന്നു. എന്താണ് അയാൾ കൊണ്ടുവന്ന വാദങ്ങൾ? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ, ഖുർആൻ അല്ലാത്തൊരു പ്രമാണം മുസ്ലിമിന് സ്വീകാര്യമല്ല, ആ പ്രമാണം വിശുദ്ധ ഖുർആൻ മാത്രം മതി. ഫബി അയ്യ ഹദീസിൻ ബഅദല്ലാഹി വആയാതി യുഅ്മിനൂൻ എന്ന ആയത്ത് ഓതിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ച് ഇസ്ലാമിക പ്രമാണം ഖുർആൻ മാത്രമുള്ളൂ എന്നൊരു വാദം കേരളത്തിൽ ഇറക്കുമതി ചെയ്ത് ചേകനൂർ മൗലവിയല്ല. ചേകനൂർ മൗലവിയുടെ മുമ്പ് ഈ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ ഒരു കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ, രസകരമായ സംഗതി, അന്ന് ആ മനുഷ്യനെ ചോദ്യം ചെയ്തതിൽ മുമ്പിലുണ്ടായിരുന്ന ചേകനൂർ മൗലവിയായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങൾ ഒന്ന് മാത്രമേ ഉള്ളൂ, നമസ്കാരം 3 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കുവാനും മുസ്ലിങ്ങളെ അന്ധഛിദ്രത വരുത്തുവാനും പരിശ്രമിച്ചവരിൽ മുമ്പിൽ നിന്നിരുന്ന കുഞ്ഞഹമ്മദ് ഹാജി എതിർക്കുവാൻ അന്ന് ചേകനൂർ മൗലവി ഉണ്ടായിരുന്നു. ഞാനിത് വെറുതെ പറയുകയല്ല, എന്റെ കയ്യിൽ തെളിവുണ്ട്. 1969 ജൂൺ മാസത്തിലെ നിരീക്ഷണ മാസികയാണ് എന്റെ കയ്യിലുള്ളത്. നിരീക്ഷണ മാസികയുടെ പത്രാധിപർ ചേകനൂർ മൗലവിയായിരുന്നു. അന്ന് ചേകനൂർ മൗലവി ഈ ആളുകൾക്കെതിരെ ഇദ്ദേഹത്തിന്റെ മാസികയിൽ എഴുതിയത്, ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല, ഖുർആനും സുന്നത്തും തന്നെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, മാത്രമല്ല അതിൽ ഇജ്മാഉം ഖിയാസും കൂട്ടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഖുർആനും സുന്നത്തും തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ, നമസ്കാരം 5 തന്നെയുണ്ട്, അതിൽ സംശയമില്ല. പക്ഷെ 5 നേരത്തുള്ള നമസ്കാരങ്ങൾ 3 സമയത്തായിക്കൊണ്ട് നമുക്ക് ജംആക്കി നമസ്കരിക്കാം. ഈ ഒരു വാദമാണ് അയാൾ ആദ്യമായി കൊണ്ട് ഉന്നയിച്ചത്. ഞാൻ ചില വാചകങ്ങൾ അതിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് ഞാൻ പറയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ ടൈറ്റിൽ എന്താണ്? ഹദീസ് നിഷേധം, മതനിഷേധം എന്നതാണ്. അഥവാ ഒരു മനുഷ്യൻ പ്രവാചകന്റെ ഹദീസുകളെ നിഷേധിച്ചു തുടങ്ങിയാൽ പിന്നെ അത് ബ്രേക്ക് പോയ വണ്ടി പോലെയാണ്. എവിടെയാണ് മുട്ടുക, എവിടേക്കാണ് വീഴുക, എവിടേക്കാണ് മറിയുക, എന്തൊക്കെയാണ് പറയുക എന്ന് ആർക്കും ഒരു എത്തും പിടിയും ഉണ്ടാവുകയില്ല. ചേകനൂർ മൗലവി കേരളത്തിൽ തുടക്കം കുറിച്ച വാദം ഹദീസ് നിഷേധമായിരുന്നില്ല, അല്ലെങ്കിൽ സർവമത സത്യവാദമായിരുന്നില്ല.
അബൂ ഹുറൈറ പ്രമാണമല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്ലാമിന് ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അയാൾ പറഞ്ഞു തുടങ്ങിയത് ഇജ്മാഉം ഖിയാസും പ്രമാണമല്ല എന്നതാണ്. അതിനെന്താണ് തെളിവ്? കേട്ടോളൂ. ഖുർആനും സുന്നത്തും മാത്രമാണ് ഞങ്ങളുടെ പ്രമാണങ്ങൾ. അത് രണ്ടുകൊണ്ടും തെളിഞ്ഞാത്തതൊന്നും തന്നെ ഇജ്മാഇ എന്നോ ഖിയാസി എന്നോ പേരിൽ പ്രമാണമാക്കാൻ പാടുള്ളതല്ല. ഇതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. ഇത് ചേകനൂരിന്റെ വരികളാണ്. അപ്പൊ ചേകനൂർ തുടങ്ങി വെച്ചത് എവിടെയാണ്? ഹദീസ് നിഷേധം ഇങ്ങനെ തന്നെയാണ് ആരംഭിക്കുക, അത് അവസാനം മതനിഷേധത്തിലേക്ക് എത്തിച്ചേരും. ചേകനൂർ തുടങ്ങിയത് ഇജ്മാ വേണ്ട, ഖിയാസ് വേണ്ട എന്നതാണ്. എന്താണ് ഇജ്മാ ഖിയാസ് എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിൽ ഖുർആനിലും സുന്നത്തിലും കാണപ്പെടാത്ത പല സംഗതികളും ഉണ്ടാകും. അത് സഹാബത്ത് ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ടാകും. ആ ഏകോപിച്ച അഭിപ്രായങ്ങൾ ഇസ്ലാമിൽ തെളിവാണ്. കാരണം എന്താണ്? ലാ തജ്തമിഉ ഉമ്മത്തി അലൽ ളലാല, എന്റെ ഉമ്മത്തിൽപ്പെട്ട പണ്ഡിതൻ എന്റെ ഉമ്മത്ത് ഒന്നിച്ച് ഒരു തെറ്റിൽ യോജിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൽ ഖുർആനിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഏതൊരു കാര്യം കൊണ്ടാണോ ഒരു സംഗതി നിഷിദ്ധമാക്കപ്പെട്ടത്, ആ സംഗതിയുള്ള എല്ലാ കാര്യങ്ങളും ഈ നിഷിദ്ധത്തിന്റെ ഹുക്കുമിൽ വരണമെന്ന ഖിയാസ് താരതമ്യപ്പെടുത്തുന്ന അത് അടിസ്ഥാന പ്രമാണമല്ല, അതിന് ഉപോത്ബലകമായ ഇതിൽ നിഷ്പന്നമായിട്ടുള്ള പ്രമാണങ്ങളാണ്. ഇതിനെ നിഷേധിച്ചുകൊണ്ട് തുടങ്ങി. അപ്പോൾ ചില ആളുകൾ അന്ന് അത്ര കാര്യമാക്കിയില്ല. കാരണം ഇയാൾ അവിടെ വാദം അത്ര അപകടകരമാണെന്ന് അന്ന് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ചില പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരുന്നു. മഹാന ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇയാൾ ഇസ്ലാമിന്റെ ശത്രുവാണ്. ചേകനൂർ മൗലവി വാദം തുടങ്ങിയ അന്ന് മുതൽ അന്നു തന്നെ മഹാന ഉമർ മൗലവി റഹിമഹുല്ലാ ഈ വ്യതിയാന കക്ഷികളെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഉമർ മൗലവി പറഞ്ഞു, ഇയാൾ ഇസ്ലാമിന്റെ ശത്രുവാണ്. വലിയ കോലാഹലമുണ്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തി. അതാണ് ഹദീസ് നിഷേധം മതനിഷേധത്തിലേക്ക് എത്തിക്കുമെന്ന്. ആദ്യം പറഞ്ഞു ഹദീസും ഖുർആനും പ്രമാണം തന്നെയാണ്. പിന്നെ ആ കുഞ്ഞഹമ്മദ് ഹാജിക്ക് മറുപടി പറഞ്ഞാൽ പിന്നെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ വാദം ഏറ്റെടുക്കുന്നതായിക്കൊണ്ട് നമ്മൾ കാണുന്നു. അപ്പോഴും ചേകനൂർ മൗലവി പറഞ്ഞത് ഹദീസ് പ്രമാണമല്ല എന്നല്ല, നേരെ മറിച്ച് ഹദീസ് പ്രമാണമാണ്, പക്ഷെ അത് മുത്തവാത്തിറാകണം. എന്താണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ? ഒരു 10, 20, 30 സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപോലെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി ഉദ്ധരിച്ച ഹദീസുകൾ മാത്രമേ പ്രമാണമാവുകയുള്ളൂ. അതല്ലാതെ 1, 2 സഹാബിമാർ മാത്രം ഉദ്ധരിച്ചാൽ അത് പ്രമാണമല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് രോഗം വർദ്ധിക്കുക. ആദ്യം തന്നെ ഒറ്റടിക്ക് ഹദീസ് വേണ്ട എന്ന് പറയില്ല, ഇസ്ലാം ശരിയില്ല എന്ന് പറയില്ല, ഖുർആൻ ശരിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഗ്രിപ്പ് കിട്ടൂല. ആദ്യം ഒന്ന് ഉറപ്പിക്കും പാദം. അതിനുവേണ്ടി പല പല അടവുകളും പയറ്റും. ഇത് ലോകത്ത് എന്നും സംഭവിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെയും സംഭവിക്കും, എവിടെയും സംഭവിക്കും. കേട്ടോളൂ, ഇത് ചേകനൂർ വിഭാഗം ഇറക്കിയ ഒരു പുസ്തകമാണ്, ശരീഅത്ത് വികാസവും പരിണാമവും എന്ന് പറയുന്ന പുസ്തകം. ഇതിന്റെ 14-ാമത്തെ പേജിൽ കൃത്യമായി കൊണ്ട് അവർ എഴുതി വിടുകയാണ്. കേട്ടോളൂ, അതുകൊണ്ട് ഹദീസുകളുടെ മൂല്യം നിർണയിക്കുന്നത് ഖുർആൻ കൊണ്ട് തന്നെയാണ്. ഖുർആന്റെ തത്വങ്ങളോടും ആശയങ്ങളോടും യോജിക്കുന്നവ സ്വീകരിക്കുകയും അല്ലാത്തവ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഖുർആനിനെ പോലെ ഹദീസുകൾ സംശയാതീതങ്ങളല്ല, അവ സംശയാസ്പദമാണ്. അപ്പൊ ഖുർആനിനോട് യോജിക്കുന്ന ഹദീസുകളാണെങ്കിൽ സ്വീകരിക്കാം, കുഴപ്പമില്ല. ചേകനൂർ പറഞ്ഞു വെച്ചത് മുത്തവാത്തിറാകണം, അപ്പോഴേ ഖുർആൻ പോലെ ആകുള്ളൂ, സംശയരഹിതമാകട്ടു. എന്നാൽ ഹദീസുകളെ മൊത്തത്തിൽ അത് സംശയത്തിന് നേരിൽ നിർത്തി. ഇസ്ലാമിക പ്രമാണങ്ങളിൽ മുത്തവാത്തിറിനെ നമ്മൾ മാത്രം സ്വീകരിച്ച് ആഹാദിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പകുതി ഇബാദത്തുകളും പകുതി വിശ്വാസകാര്യങ്ങളും അതോടുകൂടി ഇല്ലാതെയായിത്തീരും. ഇസ്ലാമിന്റെ ഖുർആനിലും ഹദീസിലും പരലോകത്തെ സംബന്ധിച്ചും അവിടുത്തെ ഖബറിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചും വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ എല്ലാം മുത്തവാത്തിറായിക്കൊണ്ട് ഖുർആനിലും ഹദീസിലും വന്നിട്ടില്ല. ആഹാദായ 1, 2 സഹാബിമാർ ചിലപ്പോൾ ചില കാര്യങ്ങൾ കേൾക്കും, അവർ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരും. ഇതിനെ നിഷേധിക്കാൻ തുടങ്ങി. 2-ാമത്തെ സ്റ്റെപ്പ് അവിടെയാണ്. അന്നു തന്നെ അയാൾ പറഞ്ഞു വെച്ച ഒരു വാദം കൂടിയുണ്ടായിരുന്നു. നമസ്കാരം 5 നേരമുണ്ട്, പക്ഷേ അത് 3 സമയങ്ങളിൽ നമുക്ക് ജംആക്കി നമസ്കരിക്കാം. ഇതാണ് ഒരു വാദം. ഇത് നിസ്കാരത്തെ നിഷേധിക്കാനുള്ള ആദ്യത്തെ നിസ്കാരമല്ല. പക്ഷെ ചില ആളുകൾ പറയുന്നത് അതൊക്കെ എക്സസൈസ് മാത്രമാണ്, അത് യോഗ പോലെ വേണമെങ്കിൽ കൈയും കാലിട്ട് ഇളക്കിയാലോ നിസ്കാരം കഴിഞ്ഞു എന്നൊന്നും ആദ്യം ചേകനൂർ പറഞ്ഞിട്ടില്ല. അവിടേക്കാണ് എത്തിയത്. അതാണ് ഹദീസ് നിഷേധം മതനിഷേധത്തിലേക്കാണ് പോവുക.
ചേകനൂരിന്റെ വാദം കേട്ടോളൂ. അദ്ദേഹം തന്നെ EK ഹസൻ മുസ്ലിയാരുമായി കൊണ്ട് പൊന്നാനിയിൽ വെച്ചുകൊണ്ട് നടത്തിയ ഒരു വാദപ്രതിവാദത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ നിരീക്ഷണം മാസികയിൽ വന്ന ഒരു ലേഖനത്തിൽ കാണാം ശ്രദ്ധേയമായ വാദപ്രതിവാദം. എന്താ വാദപ്രതിവാദം? ഇവരുടെ വാദം കേട്ടോളൂ. ഇവർ കൃത്യമായി കൊണ്ട് പറയുന്നു, ചേകനൂരിന്റെ വാദം എഴുതുകയാണ്, 5 നേര നമസ്കാരം 5 നമസ്കാരം 5 നേരത്തായി നമസ്കരിച്ചു കൂടെന്നല്ല എന്റെ വാദം. പ്രത്യുത 5 നമസ്കാരം മേൽ പറഞ്ഞതുപോലെ കൂട്ടിച്ചേർത്ത് നമസ്കരിക്കുന്നതിൽ ഖുർആനിലോ സുന്നത്തിലോ യാതൊരു തെറ്റുമില്ലെന്നും ഹജ്ജ് കാലത്തും മറ്റും നബി അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് അനുവദനീയമായത് കൊണ്ടായിരുന്നുവെന്നുമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഖുർആനും സുന്നത്തൊക്കെ ഉപരി സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഖുർആനും സുന്നത്തിലും നിസ്കാരം ജമ്മാക്കുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പൊ 5 നേരത്തെ നമസ്കാരം 3 നേരത്തെ ജമ്മാക്കി നമസ്കരിക്കാം എന്നതാണ്. കേട്ടോളൂ, നമസ്കാരം 5 ഉണ്ടോ എന്നത് വിവാദ വിഷയമേ അല്ല. സമയം 5 ആണോ 3 ആണോ എന്നത് മാത്രമാണ് വിവാദ വിഷയം. നിസ്കാരം 5 ഉണ്ട്, സംശയം വേണ്ട എന്ന് പറഞ്ഞ് ചേകനൂർ പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് നമസ്കാരം 3 മാത്രം. തുടങ്ങാണ് രോഗം. ഇത് പറഞ്ഞ ചേകനൂർ നിസ്കാരം 5 ഉണ്ടോ എന്ന് തർക്ക വിഷയമല്ല എന്ന് പറഞ്ഞ അതേ ചേകനൂർ മൗലവി പിന്നെ പുസ്തകം എഴുതുന്നു, നമസ്കാരം 3 മാത്രം. ഹദീസിന്റെ വിഷയത്തിൽ പിന്നെ കുറച്ചുകൂടി അയാൾ കടന്നുകൊണ്ട് വീണ്ടും എഴുതുന്നു, ബുഖാരി മുസ്ലിമും ലോക പൊള്ളന്മാർ. ബുഖാരി മുസ്ലിം പറ്റൂല, പിന്നെ എവിടെ ഹദീസ് കിട്ടുക? അപ്പൊ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇസ്ലാമിക പ്രമാണങ്ങളെയും ഇസ്ലാമിന്റെ ഇബാദത്തുകളെയും പ്രമാണങ്ങളെ മാത്രമല്ല ഇതാണ് ഞാൻ പറഞ്ഞ മതനിഷേധമാണ്. ഹദീസ് നിഷേധത്തിന്റെ ആ ഒരു ഏടാക്കൂടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ മതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. നോക്കൂ നിങ്ങൾ, ഇത് നമസ്കാരം, ഖുർആനിലെ നമസ്കാര രൂപം എന്ന് പറയുന്ന ചേകനൂരിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മുസ്ലിമീങ്ങൾ 14 നൂറ്റാണ്ട് കാലമായി നിരാക്ഷേപം തുടർന്നു വരുന്ന നമസ്കാരത്തിന്റെ അടിച്ചാക്ഷേപിക്കുകയും ആ നമസ്കാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പുതിയ ഒരു ചേകനൂരിയൻ നമസ്കാരം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മതമല്ല, ഇത് ചേകനൂരിന്റെ മതമാണ്. ഈ ചേകനൂരിയൻ ഈ നമസ്കാരം, ഇതിൽ ഏറെ രസകരമായ സംഗതികൾ പലതുമുണ്ട്. ഇതിൽ റുക്കൂഇല്ല, ഒറ്റ സുജൂദ് മാത്രമേ ഉള്ളൂ, സലാം വീട്ടലില്ല, എങ്ങനെയാണ് നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകലെന്നില്ല, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങണമെന്ന് പറയുന്നു, ആയത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നമസ്കാരത്തിനോട് യോജിക്കുന്ന ഏതെങ്കിലും ആയത്തുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും കഷ്ടം മുറിച്ച്, ഈ മോണിറ്റർ ഓഫാണ്, സൗണ്ട്, അവിടെ നിന്നും ഇവിടെ നിന്നും നമസ്കാരത്തിന്റെ രൂപങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട് ഈ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമസ്കാരത്തിന്റെ രൂപത്തെ അവതരിപ്പിക്കുന്നു. നമസ്കാരം മാത്രമല്ല, അയാൾ ബാങ്കിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക പള്ളികളിൽ നിന്ന് 5 നേരം മുഴങ്ങിക്കേൾക്കുന്ന ബാങ്കുകൾ അത് കൊടുക്കാൻ പാടില്ല, ജൂതായുസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സലാമിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിലെ ഹജ്ജിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകമാണിത്. ഖുർആനിൽ ഹജ്ജിനുള്ള സ്ഥാനവും രൂപവും ഇതിലുള്ള ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എപ്പോഴാണ് ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമാവുക? കേട്ടോളൂ. ഇതിലൊരു ഹെഡിങ് ആണ്, 5 ഇസ്ലാം കാര്യത്തിൽ ഹജ്ജ് പെടുകയില്ല. ഒരു ഹെഡിങ് ആണ് എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഇസ്ലാം കാര്യം 10 അതിൽ 10ാമത്തെ കാര്യമാണ് ഹജ്ജ്. ഇനി എപ്പോഴാണ് ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യേണ്ടത്? മറ്റൊരു ഹെഡിങ് കേട്ടുള്ളൂ, ഹജ്ജ് കൊണ്ട് പാപം പൊറുക്കപ്പെടുമെന്ന സൂചന ഖുർആനിലില്ല എന്ന് പറഞ്ഞാൽ ഹജ്ജൊക്കെ വെറുതെ പൈസ ആവശ്യമാക്കാണ്. ഹജ്ജ് കൊണ്ടുള്ള നേട്ടമെന്ത്? ഹജ്ജ് ചെയ്താൽ മോക്ഷമുണ്ടെന്നോ സ്വർഗമുണ്ടെന്നോ വിജയമുണ്ടെന്നോ ഖുർആനിൽ എവിടെയുമില്ല. ഹജ്ജ് കൊണ്ടുള്ള നേട്ടം എന്താണ്? പാപം ചെയ്യുന്നത് തടയുമോ? ഹജ്ജ് നിഷേധിക്കലും മഹാപാപമല്ല. ഇതൊക്കെ ഹെഡിങ്ങൾ മാത്രം വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ, ഇനി കേട്ടോളൂ, എപ്പോഴാണ് ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കേണ്ടത്? ഒരു നാട്ടിൽ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും ദാരിദ്ര്യം പൂർണ്ണമായി കൊണ്ട് മാറിയിട്ടല്ലാതെ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ ഹജ്ജ് അങ്ങനെ വെള്ളത്തിലായി. ഇസ്ലാമിലെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു അയ്യാമു മഅദൂദാത്ത് മാത്രമാണ്, അത് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ, ആകെ 3 ദിവസമേ നോമ്പ് വെൽക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു വെച്ചു.
ഇങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങൾ അത് മാറ്റി നിർത്തിയപ്പോൾ ഇസ്ലാമിന്റെ ഇബാദത്തുകളുടെ കോലം മാറി. ഇസ്ലാമിന്റെ ഇബാദത്തുകളെ പരിഹസിക്കുന്ന അവസ്ഥയുണ്ടായി. സഹോദരന്മാരെ, അവസാനം ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, ഹദീസ് നിഷേധത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അത് ശുദ്ധമായ മതനിഷേധത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുക. അവസാനം വിശുദ്ധ ഖുർആനിൽ, ആ ഖുർആനിൽ പോലും തെറ്റുകളുണ്ട് എന്ന് ചേകനൂർ മൗലവി എഴുതി വച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പോലും അബദ്ധങ്ങളുണ്ട്, തെറ്റായ വായനകളുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. മാത്രമല്ല, ആ വിശുദ്ധ ഖുർആനിന്റെ പ്രാമാണികത ചോദ്യം ചെയ്യുക മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമസ്കാരം 3 നേരമുണ്ട് എന്ന് പറഞ്ഞ് ആ പറഞ്ഞു വെച്ച അയാൾ പിന്നീട് പറഞ്ഞ എന്താണെന്നറിയും? ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും, പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി നമസ്കാരം 1 മാത്രമേ ഉള്ളൂ, അതുതന്നെ പ്രവാചകന് മാത്രമേ നിർബന്ധമുള്ളൂ. കാരണം നമസ്കരിക്കണമെന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിനോടാണ്, നമ്മളോട് നമസ്കരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. അഖിമിസ് സ്വലാത്ത ലിദിക്രി, നീ നമസ്കരിക്കുക എന്നാണ് പറഞ്ഞത്. റസൂൽ നമസ്കരിച്ചാൽ മതി, പ്രവാചകന് മാത്രമേ നിസ്കാരം നിർബന്ധമുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമസ്കരിക്കാം, നമസ്കാരം നമുക്ക് നിർബന്ധമല്ല. അവസാനം എന്തായി ഇസ്ലാമിന്റെ അവസ്ഥ? നമസ്കാരമില്ല, നോമ്പില്ല, ഹജ്ജില്ല, കർമ്മങ്ങളില്ല, ഇസ്ലാമിൽ പ്രമാണങ്ങളില്ല, ഖുർആൻ ഹദീസ് ഏതായാലുമില്ല. ഈ ഇസ്ലാം തന്നെ സംശയത്തിന്റെ നിഴലിലായി. അവസാനം ചേകനൂർ മൗലവി വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന്റെ തൊട്ടു മുമ്പായി അയാൾ ഇറക്കിയ പുസ്തകമാണ് സർവമത സത്യവാദം വിശുദ്ധ ഖുർആനിൽ എന്ന് പറയുന്ന പുസ്തകം. സർവമത സത്യവാദം ഖുർആനിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ചേകനൂർ മൗലവിയുടേതായിക്കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വിപണിയിൽ ലഭ്യമാണ്. നിങ്ങളത് വായിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ കുഫ്രിയത്തിന്റെ സംഗതിയാണ്. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഉൾക്കൊള്ളുന്ന പ്രവാചകന്റെ ഹദീസുകൾ, ഇത് മാത്രമല്ല ഇസ്ലാമിൽ ശരിയായ രീതിയെന്നും ഇസ്ലാം പല ശരികളിൽ ഒരു ശരി മാത്രമാണെന്നും ഹിന്ദുമതം അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവന് സ്വർഗം ലഭിക്കുമെന്നും അതുപോലെ തന്നെ ക്രിസ്ത്യമതവും ശരിയാണ് എന്ന് തുടങ്ങിയ പല വാദങ്ങളും, പിഴച്ച പല വാദങ്ങളും ഈ ചേകനൂരിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പുറത്തു വന്നു. എന്ന് പറഞ്ഞാൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ആയത്തിനെ വരെ കോട്ടിമാട്ടുന്ന അവസ്ഥയുണ്ടായി. തനിച്ച മതനിഷേധത്തിലേക്ക് അള്ളാഹുവിന്റെ ദീനിനെ പച്ചയായി കൊണ്ട് നിഷേധിക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുകയും ചെയ്യുന്ന അതിദാരുണമായ അവസ്ഥയിലേക്ക് ഹദീസ് നിഷേധത്തിലൂടെ ചേകനൂർ മൗലവി എത്തിച്ചേർന്നു. തനിച്ച മതനിഷേധം, സർവമത സത്യവാദമെന്ന് എല്ലാ മതങ്ങളും സത്യമാണ്, ഇസ്ലാം സത്യമതങ്ങളിൽ ഒരു മതം മാത്രമാണ്, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിച്ചാലേ സ്വർഗം ലഭിക്കൂ, അത് മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് പറയാൻ പാടില്ല എന്ന അതിവികലമായ വാദങ്ങൾ വരെ ഈ വിഭാഗം ആളുകൾ മുന്നോട്ട് വെക്കാൻ തുടങ്ങുകയാണ്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിനെ ചീത്ത പറയാൻ തുടങ്ങി, പ്രവാചകന്റെ ഈ ഹദീസുകളെ തള്ളാൻ തുടങ്ങി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായി കൊണ്ട് ചിത്രീകരിച്ചു ഗ്രന്ഥങ്ങൾ എഴുതി. അബൂ ഹുറൈറയുടെ തനിനിറം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ അയാൾ എഴുതി. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ചേകനൂർ മൗലവി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അല്ലെങ്കിൽ ഹദീസ് നിഷേധികൾക്ക് അബൂ ഹുറൈറ ഇത്രമാത്രം തൊട്ടുകൂടാത്ത മനുഷ്യനായിത്തീർന്നത് എന്നതിന്റെ ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച്, പ്രവാചകന്റെ കൂടെ സഹവസിച്ച്, പ്രവാചകന്റെ പള്ളിയിൽ താമസിച്ച്, ആ പ്രവാചകന്റെ സഹവാസം സഹവാസങ്ങൾ ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചൊരു മഹാനായ സഹാബിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് പ്രവാചകന്റെ കാലശേഷം ഒരുപാട് വർഷങ്ങൾ ജീവിച്ച മഹാനായ സഹാബിയാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരണത്തിന് ശേഷം 1-2 വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അവർക്കൊന്നും ഹദീസ് പഠിപ്പിക്കുവാനും ഈ ദീനിന്റെ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അവിടെ ഭരണത്തിരക്കുകൾ കാരണവും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ കാരണം അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ മതം ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും കൂടുതൽ സമയം കണ്ടെത്തുകയും അതിലൂടെ ഈ ഇസ്ലാമിന്റെ വെളിച്ചവും
ഈ ഇസ്ലാമിന്റെ പ്രകാശവും ആളുകളിലേക്ക് കൂടുതൽ എത്തിത്തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കൂടുതൽ ആളുകൾ ഹദീസ് കേട്ടുപഠിച്ചു. അങ്ങനെ കേട്ടുപഠിച്ചു എന്ന് മാത്രമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ പല മുഹദ്ദിസുകളും മുഹദ്ദിസുകളും ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഹദീസ് നിഷേധികളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അബൂ ഹുറൈറയെ ചീത്ത പറഞ്ഞാൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ കുട്ടിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ, ആയിഷ റളിയല്ലാഹു അൻഹയെ അവർ ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ, മുആവിയ റളിയല്ലാഹു അൻഹു അധിക്ഷേപിച്ചുകൊണ്ട് മാറ്റി നിർത്തിയാൽ, ഇങ്ങനെ കുറച്ച് ആളുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചാൽ നമുക്ക് മൊത്തത്തിൽ പ്രവാചകന്റെ ഹദീസുകൾ ഇല്ലായ്മ ചെയ്യാം എന്ന് മനസ്സിലാക്കിയ യുക്തിവാദികളും അതുപോലെ തന്നെ ഈ മതനിഷേധികളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ അബൂ ഹുറൈറയെ ചീത്ത പറയാൻ തുടങ്ങി. അത് ശിയാക്കളിൽ നിന്ന് പഠിച്ച പാഠമാണ്. ആ പാഠം ഈ ചേകനൂർ മൗലവി ഈ പുസ്തകത്തിലും അദ്ദേഹം പയറ്റിയിട്ടുണ്ട്. വളരെ മോശമായി ഒരു മനുഷ്യനോട് പോലും പറയാൻ പാടില്ലാത്ത അത്രയും വഷളത്തരങ്ങൾ പ്രവാചകന്റെ ഒരു സഹാബിയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ജൂതന്മാർക്ക് വിദ്വേഷമുണ്ടാക്കുന്ന, ജൂതന്മാരുടെ തനിനിറങ്ങൾ തുറന്നു കാണിക്കുന്ന, ജൂതന്മാരെ പറ്റി മുസ്ലിമീങ്ങളെ ജാഗരൂകരാക്കുന്ന ഒരുപാട് ഹദീസുകൾ അബൂ ഹുറൈറ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്, വിശ്വാസികളോട് എന്നും കഠിനമായ ശത്രുത വെച്ച് പുലർത്തുന്നവർ അത് ജൂതന്മാരാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ആ മുന്നറിയിപ്പിനെ സാക്ഷാത്കരിക്കുന്ന വിധം ജൂതന്മാരുടെ കുതന്ത്രങ്ങളും ആ ജൂതന്മാരുടെ തട്ടിപ്പുകളും നമുക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച് പ്രവാചകന്റെ ഹദീസുകളുടെ പഠിപ്പിച്ചു തന്ന ഈ മഹാനായ അബൂ ഹുറൈറ എന്ന സഹാബിയെ, അദ്ദേഹത്തിന്റെ ഹദീസുകളെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചുള്ള ഈ ഹദീസുകൾ മുഴുവനും നമുക്ക് തള്ളേണ്ട അവസ്ഥയുണ്ടാകും. അങ്ങനെ തള്ളുമ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചുള്ള പല നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമാകാതെ പോകും. അത് ജൂതന്മാർക്കൊരു വളമാണ്. ഇത് മനസ്സിലാക്കിയ ജൂതന്മാർ, നിങ്ങൾ നോക്കൂ, പ്രവാചകന്റെ ഹദീസുകൾ ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ അൽ യഹൂദു വന്നസാറ ലാ തുസ്ബിഹു ഫഖാലിഫൂഹും, അതുപോലെ തന്നെ ലാ തബ്ദഉൽ യഹൂദ വന്നസാറ ബിസ്സലാം ഗയ്യിറു അശ്ശൈബ വലാ തുശബ്ബിഹു അൽ യഹൂദ്. ഇങ്ങനത്തെ ലഖാതറല്ലാഹുൽ യഹൂദ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ ലാ തഖൂമു സ്സാഅ ഹത്താ തുഖാതിലുൽ യഹൂദ ഹത്താ യഖൂലൽ ഹജ്റു വറാഅഹു യഹൂദിയുൻ യാ മുസ്ലിം ഹാദാ യഹൂദിയുൻ വറാഇ ഫഖ്തുൽഹു ഖാതറല്ലാഹുൽ യഹൂദ ഹുർരിമ അലൈഹിമുശ് ശഹ്മു ഫബാഅഹു വഅകലു സമനഹു എന്ന് തുടങ്ങിയ ജൂതന്മാരെ കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂ ഹുറൈറയെ മാറ്റി നിർത്തിയാൽ ഇസ്ലാമിനെ പൊളിക്കാൻ സാധിക്കും. അതാണ് ചേകനൂരിന്റെ പണി. അതാണ് കേരളത്തിൽ ഇന്നും ചില ആളുകൾ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ പല ആളുകളുടെയും സംസാരത്തിലൂടെ ഖുർആനിനെ ചോദ്യം ചെയ്യുന്നു, ഇസ്ലാമിക പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്നു. സഹോദരന്മാരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ നമുക്ക് ഈ ലോകത്തേക്ക് ഇറക്കപ്പെട്ട ഏറ്റവും വലിയ നിഅമത്താണ്. ആ ദീനിന് കീഴൊതുങ്ങുകയും ആ ദീനിനെ ശരിയാവണ്ണം പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതിന് നല്ല തെളിഞ്ഞ ബുദ്ധിയും വക്രതയില്ലാത്ത മനസ്സും നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ മുൻധാരണകൾ മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഹദീസുകൾ സ്വീകരിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ബുദ്ധിയുടെ പരിധികളും പരിമിതികളും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി യുക്തിയിലിട്ട് അതിൻ്റെ മൂശയിലിട്ടുകൊണ്ട് വളച്ച് തിരിച്ച് അതങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് എന്നിട്ടത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാനതിനെ ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹ് പഠിപ്പിച്ച തത്വമാണത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. ഒരു വിശ്വാസി പറയേണ്ട വാക്ക് ഇത് മാത്രമാണ്. മറ്റൊരു വാക്ക് അവൻ പറയാൻ പാടില്ല. എന്താണ് അവൻ പറയേണ്ടത്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനേക്കും വിളിക്കപ്പെട്ടാൽ. ഏതാണ് അള്ളാഹുവിലേക്കുള്ള വിളി? അത് ഖുർആനിലേക്കുള്ള വിളിയാണ്. ഏതാണ് പ്രവാചകനിലേക്കുള്ള വിളി? അത് പ്രവാചകന്റെ ഹദീസുകളിലേക്കുള്ള വിളിയാണ്. എന്താണ് ഖുർആനും സുന്നത്തും കേട്ടുകഴിഞ്ഞാൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടും?
അയ്യഖൂലു അവർ പറയേണ്ടത് സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഈ ഒരു വാക്ക് പറയാതെ അതിനെ ചോദ്യം ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ, ഈ ആയത്തിൽ ഇങ്ങനെയാണല്ലോ, അതൊക്കെ ശരി തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശമുണ്ട്. ഈ മതത്തിന് 14 നൂറ്റാണ്ട് പ്രായമുണ്ട്. നമ്മളെക്കാൾ ബുദ്ധിയും നമ്മളെക്കാൾ വിവരവും നമ്മളെക്കാൾ വിവേകവും യുക്തിയുമൊക്കെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും മഹാരഥന്മാരായ മനീഷികളുമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ സ്വീകരിച്ച് എങ്ങനെയാണോ സഹാബത്ത് അതിന് സ്വീകരിച്ച് ഉൾക്കൊണ്ടിട്ടുള്ളത്, ആ സഹാബത്ത് സ്വീകരിച്ചതുപോലെ നമ്മൾ സ്വീകരിക്കണം. ഇന്ന് പല ആളുകളും ഇതിന് തയ്യാറല്ല. പല ആളുകളുടെയും ശബ്ദങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായത് അള്ളാഹുവിന്റെ ഖുർആൻ അത് റസൂലുള്ളാഹിന്റെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മനസ്സിലാക്കിക്കോ, എനിക്ക് തോന്നിയ രൂപത്തിൽ ഞാൻ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, ഇസ്ലാമിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു സഹോദരൻ പറയുകയാണ്, ഒരു മനുഷ്യൻ പഠിക്കട്ടെ, അയാൾ പഠിച്ചിട്ട് ഖുർആൻ ശരിയാണെന്ന് കണ്ടെത്തിയാൽ സ്വീകരിക്കട്ടെ. ഇനി ഒരു മനുഷ്യന് ഖുർആൻ ശരിയല്ല എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയതെങ്കിൽ അയാൾ അതും സ്വീകരിക്കട്ടെ. അതിനെന്താണ് കുഴപ്പമെന്ന്? അതിൽ കുഴപ്പമുണ്ട്. കാരണം മനുഷ്യന്റെ ബുദ്ധികൾക്ക് പരിധികളുണ്ട്. എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കുവാനും അതിന് കൃത്യാകൃത്യം വിലയിരുത്തുവാനും മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ട് സാധ്യമല്ല എന്ന് ശാസ്ത്രം പഠിച്ച ശാസ്ത്ര വിദ്യാർത്ഥികൾക്കറിയാം. പലപ്പോഴും ഈ മതയുക്തിവാദികളും മതനിഷേധികളും ശാസ്ത്രത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് പ്രമാണങ്ങളെ പരീക്ഷിക്കാറും പ്രമാണങ്ങൾ നിഷേധിക്കാറുമുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന പരമസത്യം ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ കൃത്യമായി മനസ്സിലാക്കണം. പല കാര്യങ്ങൾക്കും ശാസ്ത്രത്തിന് ഉത്തരമില്ല. അതൊക്കെ പ്രകൃതിയുടെ വികൃതികൾ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും പലതും നിഷേധിക്കുന്നു. ഏതാണ് ഈ പ്രകൃതി? ആരാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചവൻ? അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി, ആ ബുദ്ധിക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയുമോ? നമ്മുടെ കണ്ണിന് പരിധികളുണ്ട്, നമ്മുടെ കാഴ്ചക്ക് പരിധികളുണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിധികളും പരിമിതികളുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭ്യമാകുന്ന അറിവ് മാത്രമേ മസ്തിഷ്കത്തിനുള്ളൂ. അതല്ലാതെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കില്ലാത്തൊരു അബൗദികമായ അറിവ് ഒരു മനുഷ്യന്റെ മസ്തിഷ്കങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല. ഇത് ശാസ്ത്രമാണ്. ഈ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ടെങ്കിൽ ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭ്യമാകുന്ന അറിവനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ സൂപ്പർ കമ്പ്യൂട്ടറായ ഈ മനുഷ്യന്റെ ബ്രെയിനിനും പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ആ പരിധികളും പരിമിതികളും മനസ്സിലാക്കിയാണ് നമ്മൾ ഖുർആനെ സമീപിക്കേണ്ടത്. ഈ ഖുർആൻ അള്ളാഹു ഇറക്കിയവൻ, അള്ളാഹുവിന്റെ കലാമാണ്. ഈ കലാമിന് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുണ്ട്, സാധിക്കാത്തതുണ്ട്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആർക്കാണത് വിശദീകരിക്കാൻ കഴിയുക? എന്നാൽ അത് വിശുദ്ധ ഖുർആൻ അല്ല, അത് പെട്ടതല്ലെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായത് മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ബുദ്ധിയല്ല സഹോദരന്മാരെ. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്നെ സൃഷ്ടിച്ച, എന്റെ പരിധികളും പരിമിതികളും അറിയുന്ന, യാതൊരുവിധ ന്യൂനതകളുമില്ലാത്ത, സർവജ്ഞനായ, സർവാധിപതിയായ, എല്ലാ ന്യൂനതകളിൽ മുക്തനായ എന്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം, അതിൽ യാതൊരു പരിധികളും പരിമിതികളുമില്ല, അതിൽ ന്യൂനതയില്ല. എനിക്ക് ന്യൂനതയുണ്ടെങ്കിലും ഖുർആൻ ന്യൂനതകളില്ല. എനിക്ക് പരിമിതികളുണ്ടെങ്കിലും ന്യൂനതകളുണ്ടെങ്കിലും ഹദീസുകൾക്ക് ന്യൂനതകളില്ല. അതുകൊണ്ട് ന്യൂനതകളും പരിധികളും പരിമിതികളുമുള്ള ഒരു ബുദ്ധിമാനായി ഞാൻ സ്വീകരിക്കേണ്ടത് പരിധികളും പരിമിതികളും ഇല്ലാത്ത പടച്ചറബിറക്കിയ വേദഗ്രന്ഥത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കലാണ്. എങ്കിൽ മാത്രമേ നമുക്ക് മുസ്ലിമാകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാമം മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആകണമെന്നില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് പ്രവാചകൻ വരുന്നതിന് മുമ്പും അബൂബക്കർ ആയിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ പേര് ഉമർ റളിയല്ലാഹു മുസ്ലിം ആകുന്നതിന് മുമ്പും ഉമറായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ പേരിലൂടെയല്ല അവൻ ഇസ്ലാമാകുന്നത്. ഒരു മനുഷ്യന്റെ ഏത് കുടുംബത്തിൽ പിറന്നു നോക്കിയല്ല അവൻ മുസ്ലിം ആകുന്നതും. അതുകൊണ്ട് മതനിഷേധം അത് സമൂഹത്തിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ മതനിഷേധം ഒരു മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുക. ഞാൻ ആദ്യം ഓതി ആയത്ത് വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, അവസാനം അവന് നരകത്തിലിട്ട് നാം കരിച്ചു കളയും. കാരണം പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഈ ദീന്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ആ പ്രവാചകൻ അംഗീകരിച്ച കാര്യങ്ങൾ സഹാബത്ത് അംഗീകരിച്ചിട്ടുണ്ട്.
അത് നമുക്ക് അംഗീകരിക്കാൻ ഒരു തടസ്സവും നമുക്ക് ആവശ്യമില്ല. പ്രവാചകനേക്കാൾ വലിയ ബുദ്ധിമാൻ ചമയാൻ, പ്രവാചകന്റെ സഹാബത്തിനേക്കാൾ വലിയ യുക്തിമതി ചമയാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതില്ല. അതിന്റെ അർത്ഥം ഇസ്ലാം ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല. ഇസ്ലാമിൽ നല്ലവണ്ണം ബുദ്ധിക്ക് പ്രാധാന്യമുണ്ട്. ബുദ്ധിയുള്ളവനെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അതിന്റെ കൽപ്പനകൾക്ക് വിധേയമാക്കപ്പെടുന്നവൻ തന്നെ ബുദ്ധിയുള്ളവനാണ്. ബുദ്ധിയില്ലാത്തവൻ ഇസ്ലാമിക പ്രമാണങ്ങളുടെ നിർദ്ദേശങ്ങൾ ബാധകമേ അല്ല. നമസ്കരിക്കണമെന്ന് ബുദ്ധിയുള്ളവനോടാണ് ഇസ്ലാം പറഞ്ഞത്. ബുദ്ധിയില്ലാത്തവൻ നമസ്കരിക്കണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയില്ല. ബുദ്ധിയുള്ളവനോടാണ് ഖുർആൻ സ്വീകരിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ആ ബുദ്ധിയേക്കാൾ ആ ബുദ്ധിയെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ് പ്രാധാന്യമുള്ളത്. ബുദ്ധിയെ ഖുർആൻ ചിന്തിക്കാൻ പറയുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? പ്രമാണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ആ പ്രമാണങ്ങൾ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. അത് നമ്മൾ ചിന്തിക്കണം. ഈ ഖുർആൻ നമ്മൾ പറ്റി പഠിക്കണം. എന്തുകൊണ്ട്? 23 വർഷത്തെ വർഷാവർഷങ്ങൾ അവതരിപ്പിക്കട്ടെ ഈ വിശുദ്ധ ഖുർആനിൽ അതിന് പൂർവോപരി പറയുന്ന കാര്യങ്ങൾ ഒരു വൈരുദ്ധ്യം പോലും ഇല്ലാതെ അതിന് സമാനമായ ഏകമാനമായ വചനങ്ങൾ ഇതിൽ കാണുന്നു. അതൊരു മഹാത്ഭുതമാണ്. 23 വർഷങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ സംസാരിച്ച സംസാരങ്ങളിൽ ഒരു വൈരുദ്ധ്യം പോലും കാണപ്പെടുന്നില്ലെങ്കിൽ അതൊരു മനുഷ്യന്റെ സംസാരമല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. അതല്ലാതെ അലിഫ് ലാം എന്ന് പറഞ്ഞ് എന്തായത്താണിത്, അതൊന്നും ഖുർആനല്ല എന്ന് പറയേണ്ടടുത്തല്ല ബുദ്ധി ഉപയോഗിക്കണം. അത് ബുദ്ധിയല്ല, അത് ബുദ്ധിശൂന്യതയാണ്. കാരണം സൃഷ്ടാവ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വേദഗ്രന്ഥത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിന് തള്ളിക്കളയലല്ല ബുദ്ധി, അതിനെ സ്വീകരിക്കലാണ് സഹോദരന്മാരെ ബുദ്ധി. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല, അവർ മുഅ്മിനുകളാവുകയില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. അവർക്കിടയിൽ എന്തെങ്കിലും തർക്കം വന്നാൽ നിന്നെ അവർ വിധികർത്താവായി കൊണ്ട് സ്വീകരിക്കണം. സുമ്മ പിന്നീട് ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത. നീ വിധി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അവരുടെ മനസ്സിലൊന്നും തോന്നാൻ പാടില്ല. എന്നാലും എന്താ അങ്ങനെ, എന്നാലും എന്താ ഇങ്ങനെ, അത് തോന്നിക്കൂടാ. വയുസല്ലിമു തസ്ലീമ. പൂർണ്ണമായും ഇസ്ലാമിന് അവർ കീഴൊതുങ്ങുകയും വേണം, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് കീഴൊതുങ്ങണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. ഇസ്ലാമിന്റെ ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ മതയുക്തിവാദികളും അതുപോലെ തന്നെ മതമില്ലാത്ത യുക്തിവാദികളുമൊക്കെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ഒരുപാട് പുകമകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അന്നു തന്നെ പ്രവാചകന്റെ പരലോകമില്ല, ഞങ്ങളെ കാലമില്ലാതെ നശിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളെ വിശുദ്ധ ഖുർആനിൽ വളരെ കുറച്ച് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. കാരണം അവർ പരിഗണിക്കപ്പെടാൻ പോലും അർഹരല്ലാത്ത വിധം ബുദ്ധിശൂന്യമായാണ് അവിടെ ഓരോ വാദങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ. എന്തുകൊണ്ടാണ് നന്മയും തിന്മയും മുൻകൂട്ടി അറിയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത്? എന്നിങ്ങനെയുള്ള ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിരഹിതമായ ബുദ്ധിശൂന്യമായ വാദങ്ങൾ അന്ന് ഉന്നയിച്ചവരുണ്ട്, ഇന്നും ഉന്നയിക്കുന്നവരുണ്ട്. സഹോദരന്മാരെ, ഒരുപക്ഷെ നമുക്കത് പുതിയതായി തോന്നിയേക്കാം, പക്ഷെ ഇതൊന്നും പുതിയതല്ല. ചേകനൂർ മൗലവി അവതരിപ്പിച്ച വാദം, ചേകനൂരിന്റെ പല പുസ്തകങ്ങളും അയാൾ പറയുന്നുണ്ട്, ഇത് ഞാൻ ഗവേഷണം നടത്തി കണ്ടെത്തിയ പുതിയ പുതിയ വാദങ്ങളാണ്. അല്ല, ഇത് ചേകനൂരിന്റെ എത്രയോ മുമ്പ് പല മതനിഷേധികളും പറഞ്ഞു വെച്ച വാദങ്ങളാണ്. അതുകൊണ്ട് മതനിഷേധം അപകടമാണ്. ഈ ഖുർആനിനെയും സുന്നത്തിനെയും ഒരുപോലെ നമ്മൾ സ്വീകരിക്കണം. അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ട് സിറാത്തിനെ നമ്മൾ തട്ടാൻ പാടില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് സംസമിനെ നമ്മൾ മഹത്വപ്പെടുത്താൻ, നമ്മുടെ സംസമിന്റെ മഹത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മിഅ്റാജിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അദാബുൽ ഖബറിനെ നമ്മൾ അംഗീകരിക്കണം. റസൂലുള്ളാഹിന്റെ മിഅ്റാജിനെ നമ്മൾ അംഗീകരിക്കണം. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ മൂശയിലിട്ട് ബുഖാരി പറയുന്ന ഹദീസല്ലേ, അതൊക്കെ 2 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്നതല്ലേ എന്നുള്ള ആവശ്യമില്ലാത്ത തീർത്തും ചരിത്രപരമായി കൊണ്ട് അബദ്ധമായ ഈ വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ, ആ ഹദീസുകൾ സ്വീകരിക്കാതിരുന്നാൽ തനിച്ച മതനിഷേധത്തിലേക്കാണ് നമ്മൾ പോവുക. ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക് പോയ വണ്ടിയെ പോലെയാണ് ഹദീസ് സ്വീകരിക്കാത്തവന്റെ അവസ്ഥ. എവിടേക്കാണ് അവൻ പോവുക, എന്താണ് അവൻ പറയുക എന്ന് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് പ്രവാചകന്റെ ഹദീസുകളെ, പ്രമാണങ്ങളെ കൂടെ നിൽക്കുക. അതാണ് നമുക്ക് ഇരുലോകത്തും ഏറ്റവും വിജയത്തിന് ആവശ്യമായിട്ടുള്ളതും വിജയത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളതും എന്നുകൂടി നമുക്ക് കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, പ്രമാണങ്ങളുടെ കൂടെയാണ്
ഒരു വിശ്വാസി നിൽക്കേണ്ടത്. ആ പ്രമാണങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ മതനിഷേധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന അവസ്ഥയുണ്ടാകും. പ്രവാചകന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിരിക്കുന്ന ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ചേങ്ങന്നൂർ മൗലവി തുടക്കം കുറിച്ചത്. ആ ചോദ്യം ചെയ്യുന്ന പതിവ് പല മുജാഹിദ് സുഹൃത്തുക്കളും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി അങ്ങനൊന്നും സ്വീകരിക്കേണ്ടതില്ല. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസുകൾ അള്ളാഹ് സഹിയാക്കിയതല്ല, അത് ബുഖാരി സഹിയാക്കിയതല്ലേ, അള്ളയാണ് സഹിയാക്കിയതെങ്കിൽ സഹീഹുൽ ഇലാഹി എന്നല്ല പറയേണ്ടത് എന്നിങ്ങനെയുള്ള പുതിയ പുതിയ വാദങ്ങൾ. ഇത് അപകടമാണ്. ഇത് മതനിഷേധത്തിന്റെ തുടക്കമാണ്. ഈ രോഗം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടെങ്കിൽ അപകടമുണ്ട്. പ്രവാചകന്റെ ഹദീസുകൾ സഹാബത്ത് സ്വീകരിച്ചത് സമിഅനാ വഅതഅനാ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ സംസമിന്റെ മഹത്വത്തെ ചേകനൂർ നിഷേധിക്കുമ്പോൾ നമ്മളതിന്റെ പ്രചാരകരാകരുത്. സംസം വെറും തട്ടിപ്പാണെന്നും അത് ശുദ്ധമായ വെള്ളമാണെന്നും ആ സംസമിന്റെ കിണറിലേക്ക് മക്കൾക്ക് പുറത്തുനിന്ന് കടലിൽ നിന്ന് പൈപ്പ് ലൈൻ ഉണ്ട് എന്നാണ് ഇയാൾ ഈ പുസ്തകത്തിൽ എഴുതി വിട്ടിട്ടുള്ളത്. അത് തീർത്തും തെറ്റാണ്. നമുക്കറിയാം മുസ്ലിം ലോകത്ത് സംസമിന്റെ മഹത്വം അംഗീകരിക്കാത്തവർ ആരുമില്ല. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ചില അപശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. സംസമിന് അങ്ങനെ പുണ്യമൊന്നുമില്ല, അതിങ്ങനെ സാധാരണ വെള്ളം പോലെ വെള്ളമാണ്. ഹജറുൽ അസ്വദിന്റെ മഹത്വത്തെ ചേകനൂർ മൗലവി ചോദ്യം ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മളത് ചോദ്യം ചെയ്യാൻ പാടില്ല. ശിർക്കൻ കല്ലാണെന്ന് ചേകനൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേകനൂരിന്റെ വാദമാണ്, അത് മുസ്ലിമിന്റെ വാദമല്ല, അത് മുജാഹിദിന്റെ വാദമല്ല. അതേപോലെ തന്നെയാണ് സിറാത്ത് പാലം നരകത്തിന് മുകളിലുണ്ട്, അത് ചേകനൂർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേകനൂർ മതക്കാരുടെ വാദമാണ്, അത് മുസ്ലിമിന്റെ വാദമല്ല. നാം അത് ഏറ്റെടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ ആ മതനിഷേധത്തിലേക്ക് നമ്മൾ അറിയാതെ ചെന്നുപോകും. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എത്ര ആളുകളാണ് മെല്ലെ 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 തുടങ്ങി ഓരോന്നോരോന്ന് നിഷേധിച്ച് ഒന്ന് നിഷേധിച്ചാൽ ഞാൻ പറഞ്ഞു ഇതൊരു ശക്തിമത്തായ സുന്ദരമായ കെട്ടിടം പോലെയാണ്. ഒരു കല്ല് നമ്മൾ അടർത്തി മാറ്റിയാൽ ആ കല്ലിന്റെ ഗ്യാപ്പ് നമ്മൾ അടക്കണമെങ്കിൽ മറ്റേ കല്ല് ഇളക്കേണ്ടി വരും. ആ കല്ലിളക്കുമ്പോൾ അതിന്റെ ഗ്യാപ്പ് ഇളക്കാൻ മറ്റേ കല്ല് ഇളക്കേണ്ടി വരും. ആകപ്പാട് ഡിസോർഡർ ആകും, ഇസ്ലാം തന്നെ കുട്ടിച്ചോറാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമുക്ക് കരണീയമായിട്ടുള്ളത് ഖുർആനും സുന്നത്തിലും വന്ന ഹദീസുകൾ, ഖുർആനും സുന്നത്തും നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കുക. സഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും അതിലുള്ള മർഫൂആയ ഹദീസുകൾ മുസ്ലിം ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിച്ചു വരാറുണ്ടെന്ന് KNMന്റെ മുഖപത്രമായ അൽമനാറിന്റെ 3-ാമത്തെ ലക്കത്തിൽ NV അബ്ദുസ്സലാം മൗലവി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആദർശത്തിൽ മുജാഹിദുകൾ അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കുന്നു. ആ ആദർശം ഉറക്കെ പറയാൻ മുജാഹിദുകൾ തയ്യാറാകേണ്ടതുണ്ട്. അത് മാറ്റി പറയുന്നവൻ ഒരിക്കലും ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള മതനിഷേധത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും കൂടുതലാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ ആ വാദത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി ചിന്തിക്കുക. എന്നേക്കാൾ ബുദ്ധിയുള്ള, എന്നേക്കാൾ വിവരമുള്ള ആളുകൾ ഇത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തഖ്ലീദ് ചെയ്യണമെന്നല്ല, അത് പഠിക്കുക. നമ്മൾ മനസ്സ് തുറന്ന് മുൻധാരണകൾ മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഖുർആനെയും സുന്നത്തിനെയും മനസ്സിലാക്കേണ്ടത്. സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി കൊണ്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ജീവിതാന്ത്യം വരേക്കും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. സഹാബത്തിന്റെ ആ ചര്യ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ അതിന് മുതിരേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിച്ച് ചൊരിയുമാറാവട്ടെ. അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാനും ആ ദീനിന്റെ പ്രചാരകരാകുവാനും ജീവിതാന്ത്യം വരേക്കും അതിന്റെ ദൗത്യത്തിൽ ആ ദീനിന്റെ പ്രചാരകരായി ആ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.